അല്ല അത് ഒരു കേരളത്തിന് ആവശ്യമുള്ള ഒരു പ്രക്ഷോഭവും സമരവും ചങ്ങലയുമായതുകൊണ്ടാണ് ഇത്രയേറെ ആവേശത്തോടു കൂടി ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രത്യേക ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമല്ല, അതിനപ്പുറം എല്ലാവരും ഇങ്ങനെയുള്ള അവഗണന മനസ്സിലാക്കിയിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ആൾക്കാർ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും ആവേശത്തോടു കൂടി പങ്കെടുക്കുന്ന ഒരു മനുഷ്യ ചങ്ങല തന്നെയാണ്. അതെ, അതെല്ലാവർക്കും മനസ്സിലായി. എത്രയോ നാളായിട്ട് ഏതൊക്കെ തരത്തിൽ നമ്മൾ പറഞ്ഞു, ഏതൊക്കെ തരത്തിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചിട്ടും ഒരു അജണ്ടയായിട്ട് അല്ലെങ്കിൽ അതൊരു തീരുമാനമായിട്ട് അവർ കൈക്കൊള്ളുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള സമര പാതയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വന്നു. അത്തരത്തിൽ തന്നെയാണ് കാര്യം. ഇവിടെ ഇപ്പോൾ CPMൻ്റെ നേതാക്കൾ മാത്രമല്ല, LDFൻ്റെ നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ പ്രായഭേദമന്യേ വ്യത്യാസം എല്ലാവരും ഇതിൻ്റെ ഭാഗമായി ചേരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ദൃശ്യമല്ല, ഇപ്പോൾ കൂടുതലായി ആളുകൾ ഇതിൻ്റെ ഭാഗമായി അണിചേരുകയാണ്. നിരവധിയായിട്ട് പ്രായഭേദമന്യേ ഓഫീസിലൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞെത്തുന്ന ആളുകൾ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയാണ് ഇപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ലഭിക്കുന്നത്. കൊല്ലം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള KK ശൈലജ MLA ആണ് ഇതിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത്. ഈ കൊല്ലം തിരുവനന്തപുരം അതിർത്തിയിലെ കടമ്പാട്ടുകോണത്ത് കവി കുരീപ്പുഴ ശ്രീകുമാറാണ് ഈ കൊല്ലത്തേക്കുള്ള ആദ്യ കണ്ണിയായി ചേരുന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ അവസാന കണ്ണിയായി ചേരുന്നത് കൊല്ലം ആലപ്പുഴ അതിർത്തിയായുള്ള ഓച്ചിറയിൽ K സോമപ്രസാദ്, മുൻ MP ആയിട്ടുള്ള K സോമപ്രസാദാണ്. അത്തരത്തിലാണ് ഇത് കാണുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കൊച്ചുകുട്ടികൾ ഇതിൻ്റെ ഭാഗമായി ചേരുന്നുണ്ട്, വീട്ടമ്മമാർ ഇതിൻ്റെ ഭാഗമായി ചേരുന്നുണ്ട്. ഈ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ നടത്തുന്ന ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അണിചേരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏകദേശം മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 5 മണി ആകുന്നതോടുകൂടെ ഈ മനുഷ്യച്ചങ്ങല അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഈ കിലോമീറ്ററുകളോളം, അതായത് കാസർഗോഡ് നിന്ന് ഈ തിരുവനന്തപുരം വരെ എത്തുന്ന രീതിയിൽ ഒരു മനുഷ്യച്ചങ്ങല അത് പൂർണ്ണമായി മാറും. കൊല്ലം ജില്ലയിൽ 59 കിലോമീറ്ററാണ് ഈ ചങ്ങലയുടെ ഭാഗമായി അണിചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. 18 കേന്ദ്രങ്ങളിൽ, അതായത് പ്രധാനമായിട്ടുള്ള ഈ 59 കിലോമീറ്ററിനിടയ്ക്കുള്ള 18 കേന്ദ്രങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ പ്രധാന നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ളത്. അതിൽ തന്നെ ജില്ലയിലെ പ്രധാന പരിപാടി നടക്കുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ചിന്നക്കടയിൽ. ജില്ലാ സെക്രട്ടറി സുദേവൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് CPM നേതാക്കൾ, നിരവധിയായിട്ടുള്ള CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആളുകളുടെ എണ്ണം പ്രതീക്ഷിച്ചതിനേക്കാളും, കാരണം നേരത്തെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടായിരുന്നു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതിനുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജനപിന്തുണയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഈ DYFIയുടെ മനുഷ്യച്ചങ്ങലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.